കണ്ണാട തുറച്ചിട്ടില്ല. ഓരോ കമ്പി എടുത്ത് തുളയ്ക്കൂ യൂട്യൂബറെ. ചെളി ചെളി തുരുമ്പ് തുറച്ചു എങ്ങനെ. നമ്മളങ്ങനെ ഉയർപ്പ് തിരുന്നാളുടെ പരിപാടികളൊക്കെ പള്ളിയിലെത്തി ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം 11:30 ആവണം. 11:30 കുർബാന. അപ്പം ഇനി കുർബാന കഴിഞ്ഞ് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. നമുക്ക് അങ്ങനെ ഈസ്റ്ററൊക്കെ കിട്ടിയിരിക്കുകയാണ്. ഹാപ്പി ഈസ്റ്റർ. ഐസ് നമുക്ക് അങ്ങനെ മുട്ട കിട്ടിയിരിക്കുകയാണ്. ഇപ്പം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. നമ്മുടെ കൂടെയുള്ള മമ്മിയാണ്. മമ്മി ഹായ്. ഹായ് പറയും മമ്മി. അയ്യോ ഫോൺ ചെയ്യാൻ പോയി. ഇപ്പോൾ സമയം എത്രയായി? സമയം എല്ലാം കഴിഞ്ഞെത്തുമ്പോൾ 1 മണിയായി ഗൈസ്. അപ്പോൾ നമ്മൾ വെറൈറ്റി ഒരു മുട്ട പൊട്ടിക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മളിങ്ങനെ പൊട്ടിക്കണോ ഗൈസ്. നമ്മളങ്ങനെ മുട്ട ഫുള്ള് പൊട്ടിച്ച് ടൈലും ഇട്ടിട്ട് നമ്മളിത് കഴിക്കാൻ പോവുകയാണ്. ഞാൻ കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ നോക്കിയിട്ട് പറയാം. ഓക്കെ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മുട്ടയാണ്. ഓക്കെ. അയ്യോ മഞ്ഞുണ്ടില്ല ഗൈസ്, മഞ്ഞുണ്ടില്ല ഗൈസ്, മുട്ടയ്ക്ക് മഞ്ഞുണ്ടില്ല. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. വേവ് കൂടിയിട്ടാണ് മഞ്ഞുണ്ടല്ല. സൂപ്പറായിട്ട് അടിപൊളി, വേറൊന്നും പറയാനില്ല. ഞങ്ങൾ നോമ്പ് പേടിയിരിക്കുകയാണ്. നമ്മൾ വട്ടയപ്പം ബീഫ് കറിയും കൂട്ടി കഴിച്ചു. അടിപൊളിയായിട്ടുണ്ട്. അമ്മയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ 50 ദിവസത്തെ നോമ്പ് സക്സസ്ഫുള്ളി അച്ചീവ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ കഴിച്ചിട്ട് കാണാം. കണ്ണാട തുറച്ചിട്ടില്ല. ഓരോ കമ്പി എടുത്ത് തുളയ്ക്കൂ യൂട്യൂബറെ. ചെളി ചെളി തുരുമ്പ് തുറച്ചു എങ്ങനെ. ഹലോ, വേർപ്പിന്റെ അസ്കൃതിയുള്ള ഒരുത്തൻ വണ്ടി തുടയ്ക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ആ മുഖം കാണിക്കൂ യൂട്യൂബർ. ഹലോ ഗൈസ്, അപ്പം നമ്മളങ്ങനെ തറവാട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ വീട്, ഇത് തൊട്ടപ്പുറത്തെ തറവാട്ടാണ്. അപ്പോൾ നമ്മൾ അമ്മാമ്മയ്ക്ക് ഹാപ്പി ഈസ്റ്റർ പറയാം. പുലർച്ചെ പറഞ്ഞു, പക്ഷേ കാലത്തും കൂടെ പറഞ്ഞാലാണ് ഒരു ഗുമുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ തറവാട്ടിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാമ്മ ഗൈസ്, ഇതാണ് നമ്മുടെ അമ്മാമ്മ. അമ്മ ഹാപ്പി ഈസ്റ്റർ പറ എല്ലാവരോടും. ഒരു താറ്റൊക്കെ എടുക്ക്. ആരും ഗൈസ്. അപ്പോൾ ഇപ്പോൾ സമയം 4 മണിയായിരിക്കുകയാണ്. അപ്പോൾ ഉച്ചത്തെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഒരു ഉറക്കക്ഷീണം എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ കാണിച്ച സ്ഥലം ഗൈസ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 7:30 കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ അമ്മയുടെ വീട്ടിലെത്തി വെളപ്പായത്ത് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ അതിഥികളെ മേമേനെയും ബപ്പനെയൊക്കെ കാണാൻ പറ്റും. പക്ഷേ കാണിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ വെളപ്പായിലാണ്. രാത്രി അമ്മയുടെ വീട്ടിലെത്തി. വെളപ്പായ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കണം. വിളിച്ചുണ്ട്, എന്നെ കാണാനുണ്ട്. ഒരു മിനിറ്റ്, ഇപ്പോൾ കാണാമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ഓക്കെ. അതിനുള്ളത് നമ്മളപ്പോൾ ഉള്ളത് ഇപ്പോൾ മുണ്ടൂരാണ്. മുണ്ടൂര് ഞാൻ ഇന്നലെ രാത്രിയിലത്തെ വീഡിയോ നടത്തുന്നത് വെളപ്പായ വെച്ചിട്ട്. പക്ഷേ ബാക്കിയുള്ളവരൊന്നും കാണിക്കാൻ പറ്റില്ല, ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം മാത്രമാണ്. ഓക്കെ, അപ്പോൾ പിറ്റേ ദിവസം, അതായത് ഈസ്റ്റർ കഴിഞ്ഞിട്ട് 1-ാം തീയതി ഏപ്രിൽ ഫുൾ ഡേന്ന് ഞാൻ ഇവിടേക്ക് എത്തി. മുണ്ടൂർ മാമയുടെ വീട്ടിൽ. അപ്പോൾ പിന്നെ മാമയുടെ സ്ഥലമാണ് മുണ്ടൂർ. അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിൽ. ഞാൻ ഇതിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ട് മുൻപ്, കാണാത്തൊരു പോയി കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നുമല്ല. അപ്പോൾ അതൊക്കെയായിരുന്നു ഈസ്റ്ററിൻ്റെ പരിപാടികൾ. പ്രത്യേകിച്ച് ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പോൾ മൈൻഡ് ചെയ്യാനെടുത്ത്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വല്ല നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ടാറ്റ. താങ്ക്സ് ഫോർ വാച്ചിങ്. വല്ലതുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. പിന്നെ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ കൂടെ അമ്മാമ്മയാണ്. നമുക്ക് അമ്മാമ്മയുടെ തന്നെ ഈ പൂക്കളും പൂന്തോട്ടം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് നോക്കാം. അത് നമ്മുടെ ചേട്ടനാണ് ഓടണത്. ഒരു മിനിറ്റ്, ചേട്ടനെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. ചേട്ടാ ഓടിക്കേറി പോകണം ഗായ്സ്. ദേ പോണു. അത് പൊള്ളി പോയി. അമ്മമ്മ നമുക്ക് ചോദിക്കാം. അമ്മമ്മ പറയൂ, എങ്ങനെയാണ് ഈ കഷ്ടപ്പെട്ട് ഈ
ഇത്ര പ്രായമായിട്ടും ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ ഈ തോട്ടമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പറയാം അമ്മ ഇതിന്റെ രഹസ്യം എന്താന്ന് പറയും. കണ്ട 2 സൈഡിലും ഈ മറ്റേ ഹൈവേയിൽ നടുവിക്കൂടെ നോക്കില്ല, അതുപോലെയാണ് അമ്മ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. രാത്രി അല്ല ഇരുട്ടായി 6:30 അതുകൊണ്ടാണ് കുറച്ച് ലൈറ്റിംഗ് ഒക്കെ കുറവ്. അത് കുഴപ്പമില്ല. അമ്മ പറയൂ, എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകരോട്? എന്തെങ്കിലും പറയാൻ 2 വാക്കുകൾ ആണോ? ഒന്നുമില്ല എന്നാണ് അമ്മ പറയണത് ആണോ? എന്നാ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ തറവാട്, അതപ്പുറത്തെ വീട്. ഓക്കെ, മുമ്പ് കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, നമുക്കൊന്നും പറയാനില്ല. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇത് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. അമ്മ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് നോക്ക്, ഇവിടേക്ക് നോക്ക്, അതവിടെ നിൽക്ക്. ആ ഒരു കാര്യം പറഞ്ഞ് ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ലൈക്ക് അടിക്കാൻ പറ, എന്തെങ്കിലും പറ. അമ്മ ഈ കൈ കൊണ്ടേ ഇങ്ങനെ വെക്ക്, ഇങ്ങനെ വെക്ക്.